നീ മലത്തിട്ടതായി എന്റെ നെഞ്ചത്ത് മലർത്തിയിരിക്കും. എന്നോടാ കളി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഈ മുളക് ബജി എന്ന് പറയുമ്പം എന്താ ഓർമ്മ എന്ന് പറയണം കേട്ടോ. എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ വൈക്കത്തഷ്ടമിയും അതുപോലെ വെച്ചുപള്ളി പെരുന്നാളൊക്കെയാണ് കേട്ടോ. പെരുന്നാളിനും അഷ്ടമിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ദാ ഈ ഒരു ഐറ്റം കഴിക്കാതെ ഞങ്ങൾ പോരാറില്ല കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഫോളോ ചെയ്താൽ സെയിം അതേ ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് എരിവ് ഉണ്ടെന്ന് തോന്നിയ കാരണം ഞാനത് ഒരു അരമണിക്കൂറോളം ഒന്ന് നടുവേ കീറിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എരിവ് കുറയുന്നതായിരിക്കും. ശേഷം ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ്, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും അതുപോലെ കുറച്ച് പെരുംജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ പുട്ടുപൊടിയാണ് ഞാൻ ഇപ്പോൾ പുട്ടുപൊടി എടുത്തിരിക്കുന്നത്. അതും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പം നല്ല തിക്കായിട്ടിരിക്കണം കേട്ടോ, തീരെ ലൂസായി പോകരുത്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ. അപ്പം ഒരു നുള്ളല്ല 2 നുള്ളൊക്കെ ഇട്ടാൽ മതി കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ മുളകിനേക്കാൾ കൂടുതൽ മാവായിട്ട് നിൽക്കും. അപ്പം ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ശേഷം നമുക്ക് മുളകെല്ലാം ഒന്ന് നെടുവേ കീറിയിട്ട് രണ്ടായിട്ട് പൊളന്നെടുത്തതിന് ശേഷം ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബായ്.